ഈ വിഗ്രഹങ്ങളെ കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്ന് കത്തോലിക്ക ബൈബിളിൽ നിന്നാണ് നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന വചനങ്ങളാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പൊതുവെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകും, ഇത് പെന്തക്കോസ്തുകാരുടെ ബൈബിൾ ആണെന്നൊരു ചിന്തയുണ്ട്. സ്തോത്രം. എന്നാല് ഇത് പെന്തക്കോസ്തുകാരുടെ ബൈബിൾ അല്ല. എല്ലാവർക്കും വേണ്ടി ദൈവം സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് കോർത്തിണക്കിയ 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകമാണ് ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ചത്. അതിനുശേഷമാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം കത്തോലിക്ക ബൈബിൾ അച്ചടിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ 1981. ഈ 1981 ഞാൻ ഈ ബൈബിൾ വാങ്ങുന്നത്. അതിനുശേഷം ഒത്തിരി എഡിഷൻ ഒക്കെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ഇതിന്റെ ഈ ബൈബിൾ, കത്തോലിക്ക ബൈബിൾ വായിക്കുമ്പോൾ തന്നെ സത്യവേദ പുസ്തകത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. പ്രസ്താവന: ബൈബിൾ വിവർത്തന രംഗത്ത് കേരള ക്രൈസ്തവർക്ക് 1.5 നൂറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ സഭകളാണ് ഈ രംഗത്ത് ആദ്യമായി പ്രവർത്തിച്ചത്. 1807 മുതൽ ബൈബിളിന്റെ ഭാഗികമായ വിവർത്തനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 1841-42 കോട്ടയം CMS പ്രസിൽ നിന്നും ബൈബിളിന്റെ സമ്പൂർണ്ണ വിവർത്തനം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തിരുവിതാംകൂറിലാണ് ഇതിന് മുഖ്യമായ പ്രചാരം ലഭിച്ചത്. പിന്നീട് 1859 മലബാറിലെ ഭാഷാരീതിയെ ഉപജീവിച്ച് മുണ്ടത്ത് തയ്യാറാക്കിയ വിവർത്തനം പ്രകാശിതമായി. ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലിരിക്കുന്ന സമ്പൂർണ്ണ ബൈബിൾ വിവർത്തനം സത്യവേദ പുസ്തകം, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെന്തക്കോസ്തുകാരുടേത് എന്ന് പറയുന്ന ബൈബിളാണ് സമ്പൂർണ്ണ ബൈബിൾ വിവർത്തനം. 1910 ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ 1910 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ സമ്പൂർണ്ണ വിവർത്തനമാണ് ഇത് ദൈവവിശ്വാസീയമായ. ഇത് കത്തോലിക്ക ബൈബിളിലെ പ്രസ്താവനയിൽ തന്നെ അത് പറയുകയാണ്. സമ്പൂർണ്ണ വിവർത്തനമാണ് ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ സത്യവേദ പുസ്തകം. ആമേൻ. മനസ്സിലായല്ലോ? ആദ്യത്തെ ബൈബിൾ ഏതാണെന്ന് മനസ്സിലായല്ലോ? ഈ ആദ്യത്തെ ബൈബിളില് 1, 2, 3 എന്നുള്ള അക്കമല്ല. പിന്നെ മലയാളത്തില് ഒരക്കമുണ്ട്. മലയാളത്തിന്റെ 1, 2 എന്നുള്ള അക്കമുണ്ട്. അങ്ങനെയുള്ള ബൈബിളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. ആ ബൈബിൾ എന്റെ കയ്യിലിരിപ്പുണ്ട്. ആ ബൈബിളാണ് എന്റെ വീട്ടിലുണ്ടായിരുന്നത്. ആ ബൈബിൾ എന്നും ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1, 2 എന്നുള്ള അക്കമല്ല. അന്നത്തെ മലയാളികൾ ആയിട്ടുള്ളവർ, അക്ഷരാഭ്യാസം ഉള്ളവർ എഴുതി കൂട്ടുന്നത് എന്താണ്? 1, 2, 3 എന്നും പറഞ്ഞല്ല, അതിന് വേറൊരു അക്ഷരമുണ്ട്. ആ അക്ഷരം നിങ്ങൾക്ക് മലയാളത്തിലെ കണക്കുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. നമ്മൾ വിഗ്രഹാരാധനയെ കുറിച്ചോ ഏകസത്യ ദൈവത്തെ കുറിച്ചോ പറയുമ്പോൾ കത്തോലിക്കരാകട്ടെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ ബൈബിളിൽ നിന്നാണ്. ഇത് പെന്തക്കോസ്തുകാരുടെ ബൈബിൾ അല്ല. ഇത് ദൈവത്തിന്റെ കത്തോലിക്ക ബൈബിളിലെ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സമ്പൂർണ്ണ ബൈബിൾ വിവർത്തനമാണ്. ഈ ബൈബിളാണ് ആദ്യം മലയാളത്തിൽ അച്ചടിച്ചത്. ഇതാണ് ബൈബിളായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നിമിത്തം, ബൈബിളിന്റെ പ്രചാരം നിമിത്തം നാളെ കത്തോലിക്ക സഭയ്ക്ക് ഒരു ഭീഷണിയായി മാറുമെന്നുള്ളത് കൊണ്ട്
കത്തോലിക്കർ ഒരു തീരുമാനമെടുത്തു, നമ്മുടേതായ ഒരു ബൈബിൾ വിവർത്തനം വേണം. അങ്ങനെ വിവർത്തനത്തിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബൈബിൾ പണ്ഡിതന്മാരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തള്ളിക്കളഞ്ഞ അപ്പോക്രിഫ എന്ന് പറയുന്ന ചില വേദഭാഗങ്ങളുണ്ട്. അതായത് ചരിത്രങ്ങൾ, മലാക്കിക്കും മത്തായിക്കും ഇടയിൽ ഉള്ള കാലഘട്ടത്തിൽ നടന്ന രാജാക്കന്മാരുടെയും യഹൂദ ചരിത്രവും ഒക്കെ ക്രോഡീകരിക്കുന്ന മക്കളായ തോവീദ് ഇങ്ങനെയുള്ള കുറെ പുസ്തകങ്ങൾ കൂടി ഇതിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. ചരിത്രമാണ്, വായിക്കുന്നത് നല്ലതാണ്, കുറെ ചരിത്രങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ അതിലൂടെ അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാർ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും മത്സ്യത്തിലും മറ്റുള്ള മൃഗങ്ങളിലും ചെയ്തതും കൂടെ ചേർത്ത് വച്ചിരിക്കുന്നതിനാൽ ഇത് വായിക്കുന്ന പലരും തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പലരും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പറയുന്ന നിലവാരത്തിൽ തന്നെയാണ് ഇതിലും പറയുന്നത്. ഭാഷകൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിഗ്രഹാരാധനയെ ദൈവം വെറുക്കുകയാണ്. വിഗ്രഹാരാധന എന്ത് ചെയ്യുന്നു? ദൈവം വെറുക്കുന്നതാണ്. അത് ശാപം കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതിൽ നിന്നൊരു വിടുതൽ, മോചനം തന്റെ ജനത്തിന് വേണമെന്ന് ദൈവം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളും അത്തരമൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് സ്വയം ശോധന ചെയ്യണം. ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി മാറും. സ്തോത്രം. നമ്മൾ അതേക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ഇതിൽ ആമേൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ദൈവം യാക്കോബിനോട്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വ്യത്യാസം ഉണ്ടോന്ന് ശ്രദ്ധിച്ച, ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളക. എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. നമുക്ക് ബേഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യ ദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവർ ശെക്കേമിന് അടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ അവർ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. എന്തെങ്കിലും വ്യത്യാസം ആമേൻ അതിനകത്തുണ്ടോ? ഇല്ല, ഒരേപോലെ ആണല്ലോ. ആണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരേക്കാൾ. ദൈവമല്ലാതെ, ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഒരു പുണ്യവാളൻ ഉണ്ടാകരുത്, ഒരു പുണ്യവതി ഉണ്ടാകരുത്. ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്നോടല്ലാതെ നിങ്ങൾ ഒരു പ്രാർത്ഥനയും ചെയ്യരുത്. ഞാനാണ് ഏക മധ്യസ്ഥൻ. ആരാണ് ഏക മധ്യസ്ഥൻ? കർത്താവായ യേശുവാണ് ഏക മധ്യസ്ഥൻ. 1 തിമോത്തിയോസ് 2:5 എടുത്ത് വായിച്ചത്. സ്തോത്രം. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. പറഞ്ഞാട്ടെ, എന്തെന്നാൽ കത്തോലിക്ക ബൈബിളിൽ പറയുന്ന എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. അത് പറ്റത്തില്ല അച്ഛാ, ഞങ്ങൾക്ക് മറിയം വേണം, ഞങ്ങളുടെ പുണ്യാളന്മാര് വേണം, ഞങ്ങളുടെ എല്ലാരും വേണം. ബൈബിൾ പറയാണ്, ദൈവം പറയാണ്, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ. വേറൊരു മധ്യസ്ഥ ഇല്ല, വേറൊരു മധ്യസ്ഥനില്ല. ശക്തികുളങ്ങര പള്ളിയിൽ ജോൺ ബെട്ടായ മധ്യസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. യേശുവിന് എവിടെ മധ്യസ്ഥത ചെയ്യാത്തത്? യേശുവിന് എന്ത് വില? യേശു ഏക മധ്യസ്ഥൻ. നിനക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയില് സ്വത്രം സ്വർഗത്തിൽ ഇരുന്ന് മധ്യസ്ഥൻ പറയുന്നത് യേശുവാണ്.
വെണ്ടയ്ക്കാച്ചതത്തിൽ നിന്റെ കയ്യിലുള്ള, നിന്റെ വീട്ടിൽ മുല്ലപ്പൂ ഇട്ട് വെച്ചിരിക്കുന്ന ബൈബിളിൽ വെണ്ടയ്ക്കാച്ചതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏകമധ്യസ്ഥൻ, അത് മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. ആമേൻ. ഇത്ര വ്യക്തമായി അതാ പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചു കൊടുത്തെന്നല്ല എന്റെ അർത്ഥം. സ്തോത്രം. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഈ വിഗ്രഹാരാധന നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ ഹൊരാദിൽ വെച്ച് തീയുടെ നടുവിൽ മോശയോടും ഇസ്രായേലിനോടും സംസാരിച്ചപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും ഒരു രൂപമുണ്ടാക്കി നിങ്ങളെ തന്നെ വഷളാക്കരുതെന്ന ദൈവവചനത്തിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് നമ്മോട് പറയുന്നത്. തങ്ങളുടെ 4-ാം വാക്യം, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ആ കമ്മലുകളൊക്കെ എന്തിനാ ഊരിക്കൊടുത്തത്? ആ കമ്മലുകളിലൊക്കെ അവരുടെ ദേവന്മാരുടെ ദേവിമാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട കമ്മലുകളാണ് അവർ തൂക്കിയിരുന്നത്. സ്തോത്രം. ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനകത്തൊരു കെണിയുണ്ടെന്ന് ഞാൻ പറയാം. ഈ ഇന്ത്യയിൽ വരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ടുപോയി തിരുപ്പതിയിലെ ആ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് പൂജിച്ച് എന്നിട്ടാണ് ഇത് ആഭരണങ്ങളായി ഓരോ ജ്വല്ലറികളിൽ എത്തുന്നത്. അത് നിങ്ങൾക്കറിയാമോ? അപ്പൊ ആ ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ അവകാശം അതിന്റെ മേൽ കിടക്കുകയാണ്. ആ മന്ത്രവാദം, ആ പൂജ, അതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് പലർക്കും അത് ഒരു കെണിയായി മാറുന്നത്. ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ ആരെയാണ് വെറുക്കുന്നത്? ദൈവത്തെയാണ് വെറുക്കുന്നത്. യഥാർത്ഥ ദൈവത്തെ വെറുത്തിട്ടാണ് വിഗ്രഹത്തിലേക്ക് പോകുന്നത്. യഥാർത്ഥ സത്യദൈവം ദൈവമായി ഇരിക്കെ, നിനക്ക് ജീവനും ശ്വാസവും തന്ന് നിന്നെ നടത്തുന്ന ദൈവം, ആമേൻ, ജീവനോടെ ഇരിക്കെ നിന്നിൽ വസിക്കെ, ദൈവം നിന്നിലാണ് വസിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരമാണ് നിന്റെ ശരീരം. അവിടെയാണ് ദൈവം വസിക്കുന്നത്. ആ ദൈവത്തെ നീ മറന്നിട്ട് വിഗ്രഹങ്ങളെ നോക്കി ആരാധിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് ശാപം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. മുകളിൽ ആകാശത്തിലോ, അവിടെ പറയാണ് മുകളിൽ ആകാശത്തിൽ. ആകാശം എന്താണ്? ആകാശമണ്ഡലത്തിൽ സാത്താന്യ സൈന്യമുണ്ട്. അതിന്റെ മുകളിൽ സ്വർഗീയ തലങ്ങളുണ്ട്. സ്വർഗത്തിൽ ആരാണുള്ളത്? ദൈവമാണ്. ആകാശമണ്ഡലത്തിൽ ആരാണുള്ളത്? സാത്താനും വീണുപോയ ദൂതന്മാരുമാണ്. ആകാശമണ്ഡലത്തിലാണ് സാത്താൻ വസിക്കുന്നത്. അവൻ വന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഭൂമി. ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ ആര് തടയും? ആകാശമണ്ഡലത്തിലെ അന്ധകാര ശക്തികൾ തടയും. ഇത് തടയാതെ വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പ്രശ്നങ്ങളുടെ വിടുതലിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. ദാനിയേല് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിരുന്നു. സാത്താൻ എന്ത് ചെയ്തു? ആ പ്രാർത്ഥനയെ
പറയൂ. ആ ദേശത്തിന്റെ ഒരു ദേശത്തിന് എന്തുണ്ട്? അധിപതിയുണ്ട്. ഈ ദേശത്തിന് ഒരു അധിപതിയുണ്ട്. നാം പാർക്കുന്ന ദേശത്തൊരു അധിപതിയുണ്ട്. നമുക്കെതിരായി നിൽക്കുന്ന ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു അധിപതിയുണ്ട്. ആ അധിപതി എന്ത് ചെയ്യും? നമുക്ക് വരുന്ന മറുപടിയെ തടയും, നന്മയെ തടയും. ഇത് മനസ്സിലാക്കി ദൈവവൈദ്യരെ നീ എന്ത് ചെയ്യണം? ഉപവസിക്കുവാൻ തയ്യാറാകണം. മുട്ടുമടക്കണം ദൈവസന്നിധിയില്. മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന്, ദാനിയേലേ, പ്രിയപുരുഷനായ ദാനിയേലേ, നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുമടക്കിയപ്പോൾ തന്നെ ഞാൻ മറുപടി അയച്ചു. പക്ഷേ പക്ഷി രാജ്യത്തിന്റെ പ്രഭു അതിനെ തടുത്തു. മീഖായേൽ എന്ന ഞാൻ വന്ന് എന്ത് ചെയ്തു? അതിനെ വെട്ടി മറുപടിയുമായി നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ദൈവവൈദ്യരെ നീ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ദൂതനെ അയക്കുമെന്ന്. ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികളുടെ വിഗ്രഹം ഉണ്ടാക്കരുത്. ദുർഭൂതങ്ങളുടെ വിഗ്രഹം ഉണ്ടാക്കരുത്. ഒരു മൃഗങ്ങളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ആ ദൈവത്തെയും ഉണ്ടാക്കരുത്. യേശുവാണെന്ന് പറഞ്ഞ് വിഗ്രഹം ഉണ്ടാക്കി വെക്കരുത്. നീ യേശുവാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വിഗ്രഹം സിമന്റാണ്, അതിന്റെ ഉള്ളിൽ കമ്പിയാണ്, അതിന്റെ പുറത്ത് ചായം തേച്ച് കണ്ണ് വരച്ച് യേശുവിന്റെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതല്ല യേശു. ആമേ സ്വത്ര കേവലം കൈകെട്ടി നിൽക്കുന്ന യേശു അല്ല നമ്മുടെ യേശു. മരണത്തെ തോൽപ്പിച്ച് ആമേ പിശാചിന്റെയും അവന്റെ പ്രവൃത്തികളെയും അഴിക്കുവാൻ നിൽക്കുന്നതാണ് നമ്മുടെ യേശു. കൈകെട്ടി നിൽക്കുന്ന യേശുവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടെ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാണ്. നമ്മളെ യേശു ആമേ സ്വതന്ത്രമായി മരണത്തെ തോൽപ്പിച്ചു, മരണത്തിന്റെ പാശങ്ങളെ എടുത്തു കളഞ്ഞു, ആ കയറുകളെ പൊട്ടിച്ചു. ആമേ എന്നെയും നിങ്ങളെയും സ്വതന്ത്രമാക്കി വിടുവിക്കുവാൻ അവൻ ഇന്നും ജീവിക്കുന്നവർക്ക്. ആ ജീവനുള്ള കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന മക്കളായി മാറാം. കേവലം നശിച്ചു പോകുന്ന വിഗ്രഹങ്ങളെ സിമന്റ് കൊണ്ടുണ്ടാക്കിയ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ നമസ്കരിക്കരുത്. ശാപം നിന്നെ തേടി വരും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഭൂമിക്കടിയിൽ എന്തുണ്ട്? ഭൂമിക്കടിയിൽ പലരുമുണ്ട്. ആമേൻ, ആമേൻ. വെള്ളത്തിലുമുണ്ട്. ആമേൻ. ഒന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കി. ആരാ ഇത് പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞത്. ഞാൻ ദൈവമാണ്, എന്റെ മഹത്വം, ദൈവം പറയാണ്, എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആ പള്ളിയിൽ ചെന്ന് ആ കൈകെട്ടി നിൽക്കുന്ന ആ രൂപത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കാര്യം നടന്നെന്ന് നീ പറഞ്ഞാൽ അത് ദൈവം അംഗീകരിക്കത്തില്ല. നിനക്കെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ജീവനുള്ള കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥന അവിടെ കടന്നു എന്ന ദൈവം നിന്നോട് കരുണ കാണിച്ചതുണ്ടോ? സ്തോത്രം. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 13 വരെയുള്ള വാക്യം, 13 മുതലുള്ള വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ കത്തോലിക്ക ബൈബിളിൽ, POC ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അശേര ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം. ഹൈന്ദവ വിഗ്രഹങ്ങൾ തകർക്കുന്ന കാര്യം മാത്രമേ ആമേൻ, അതല്ലത്. സ്തോത്രം, സ്തോത്രം. ഏത് വിഗ്രഹമാണെങ്കിലും ഇതുപോലെയാണ്, അശേര പ്രതിഷ്ഠ പോലെയാണ്, സാത്താന്യമായി മാറും. സ്തോത്രം. മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. അവിടെ പറയുകയാണ് 14-ാം വാക്യം, മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ ഈ ലോകത്തിൽ. ഒത്തിരി ദൈവങ്ങളില്ലേ? കത്തോലിക്കർക്ക് ഒത്തിരി ദൈവങ്ങളില്ലേ? യാക്കോബക്കാർക്ക് ഒത്തിരി ദൈവങ്ങളില്ലേ? ഓർത്തഡോക്സുകാർക്ക് ഒത്തിരി ദൈവങ്ങളില്ലേ? മരിച്ചുപോയ യേശുവിന് വേണ്ടി പ്രവർത്തിച്ച എത്ര പേരെയാണ് ദൈവങ്ങളാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ ദൈവം എവിടെ? ദൈവമാണ് ചിന്തിക്കുന്നത്, ഞാൻ ദൈവം, എന്റെ നാമം പറഞ്ഞു വന്ന ഇപ്പൊ ഒത്തിരി ദൈവങ്ങള് ഭൂമിയില് ആൾക്കാർ കൊണ്ട് നടക്കുക, പൊക്കിക്കൊണ്ട്. എന്നോടൊന്നും പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിന് അസഹിഷ്ണുത ഉണ്ടാവുന്നു, ദൈവത്തിന് കോപം ഉണ്ടാവുന്നു.
സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങളുടെ ബലിപീഠങ്ങളും വിശുദ്ധ തന്ത്രങ്ങളും തകർക്കുകയും അശേര ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം. മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. എന്തെന്നാൽ ഞാനതാ പറഞ്ഞത്, അസഹിഷ്ണുവ എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. ദൈവം സഹിക്കത്തില്ല. അസഹിഷ്ണുവ എന്ന് വെച്ചാൽ എന്താ? സഹിക്കത്തില്ല. വിഗ്രഹാരാധന ദൈവം എന്ത് ചെയ്യത്തില്ല? പൊറുക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് ചെയ്യാ, നമ്മളെ പക്കൽ ദൈവത്തിന് വിരോധമായി എന്തെന്താ അതെല്ലാം എടുത്ത് കളയാൻ പറയുന്നതാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവം തമ്മിൽ ഇറങ്ങി വരണം. ആ സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ യേശു എന്താ പറഞ്ഞത്? മാനസാന്തരപ്പെട്ട് അവനോട് പറഞ്ഞ എന്താണ്? ഇന്നീ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ആ രക്ഷയുടെ ബന്ധത്തിൽ ആ ഭവനത്തിൽ ഉണ്ടായി. അസഹിഷ്ണുവായ ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളുമായി നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉടമ്പടി ചെയ്യരുത്. സ്തോത്രം. നീ താമസിക്കുവാൻ ചെല്ലുന്ന സ്ഥലത്ത് പലവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ജാതീയ ജീവിതങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. സ്തോത്രം. അവരുമായി നീ പോയി എന്ത് ചെയ്യരുത്? ഉടമ്പടി ചെയ്യരുത്. ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ ആരുടെയും മരണത്തിന് പോകും, പക്ഷേ അവരുടെ 7-നോ 30-നോ ഒന്നും പോകത്തില്ല, ആണ്ടിനോ പോകത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊന്നും വേദപുസ്തകം പറയുന്ന കാര്യമല്ല. വേദപുസ്തകത്തിന് ഇതിന് അടിസ്ഥാനമില്ല. ഒരിക്കൽ മനുഷ്യന് മരണവും പിന്നെ ന്യായവിധിയും കൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ മനുഷ്യന് മരണവും ന്യായവിധിയും കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യനൊന്ന് മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുൻപ് അവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ മാനസാന്തരപ്പെട്ടത് ദൈവപൈതലാകുന്നില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുന്ന വ്യക്തിയല്ല എങ്കിൽ മരിച്ചാൽ നിശ്ചയമായിട്ടും എവിടെ പോകും? നരകത്തിൽ പോകും. അതാ ഒരിക്കൽ മനുഷ്യന് മരണവും പിന്നെ ന്യായവിധിയുമാണ്. അടക്കം ചെയ്ത് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ എന്താണ്? പിന്നെ നെമ്മീനും ചൂരയ്ക്കും എല്ലാം ഓർഡർ കൊടുക്കാം. ഒരു 7 ആ 7 വരുന്നവർക്കൊക്കെ എന്ത് കൊടുക്കണം? ശരിക്ക് സമർത്ഥമായി ഫുഡ് കൊടുക്കണം. ഇവന്റെ അമ്മയും അപ്പനും ജീവിച്ചിരുന്നപ്പോൾ ഇവൻ ഒരു നേരത്തെ ആഹാരം കൊണ്ടൊന്നും അവിടെ കൊടുത്തിട്ടില്ല. അവനാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഈ നെമ്മീനും കറിയും കൊടുക്കുന്നത്. എന്റെ അപ്പനും അമ്മയും, എന്റെ അമ്മ രോഗിയായി തളർന്നു പോയപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, 2 വർഷക്കാലം എന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു. ഇവിടെ ആ മുറിക്കുള്ളി തളർന്നുപോയ അമ്മ എഴുന്നേറ്റു, നടന്നു, ആ സിറ്റൗട്ടിലും വന്നിരുന്നു. അങ്ങനെ നമുക്ക് യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. യേശു ആണലോക്യപ്പെടുത്തിയതെന്ന്. അങ്ങനെ അവർ ദൈവവചനം മനസ്സിലാക്കി വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പിശാചുക്കൾ ഇതിന്റെ ഉള്ളിൽ കടന്നു വന്നു. പിശാചുക്കൾ കടന്നു വന്ന ഇവരെ ഉപദേശിച്ച്, ഇപ്പൊ കുഴപ്പമില്ലല്ലോ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല, കിടക്കുമ്പോഴല്ലേ കുഴപ്പം. കിടപ്പ് രോഗിയായ ഭാര്യയോ കിടപ്പ് രോഗിയായ അമ്മയെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? എന്റെ മകളുടെ 1 വർഷത്തെ വിദ്യാഭ്യാസം തന്നെ പോയി എന്റെ അമ്മയെ നോക്കിയപ്പോൾ. അപ്പനും അമ്മയായിട്ട് ബന്ധമില്ലാത്തവരെന്നൊക്കെ ഇപ്പോൾ അറിയാത്ത ആളുകൾ പറയും. പക്ഷെ ഇതിന്റെ പിന്നിലൊക്കെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. സ്തോത്രം. അങ്ങനെ അവനെ ഇവിടം വിട്ട് പോകാനൊരുങ്ങുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പഴയതിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകും. എന്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയാമോ? നരകത്തിൽ പോകണമെങ്കിൽ പോട്ടടാന്ന്. സ്തോത്രം. സ്തോത്രം. അറിയാമോ, സുഖമില്ലാതെ കിടക്കുമ്പോ, അടിവെറ്റി കിടക്കുമ്പോൾ ചിലരുടെ സംസാരമൊക്കെ അറിയാമല്ല. സ്തോത്രം. എന്നാൽ അവനൊരു ജീവൻ വെച്ച് എഴുന്നേൽക്കുമ്പോ ആളിന്റെ രീതി മാറും. സ്തോത്രം. സുഖമില്ലാതെ വീട് കിടന്ന ആളിന്റെ സ്വഭാവം ആയിരിക്കത്തില്ല. സ്തോത്രം. തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരെന്ത് ചെയ്യും? ഞങ്ങളുടെ ഉത്സവത്തിന് ഇങ്ങോട്ട് വന്നാട്ട്
ചോദിച്ചാ ഓ സ്തോത്രം, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു സ്തോത്രം. അപ്പൊ അങ്ങോട്ട് പോയി. അപ്പൊ അവിടുത്തെ പായസവും അവിടുത്തെ സദ്യയും, ഇനി ഓണം വരിക സ്തോത്രം, സദ്യ ഉണ്ടാക്കി കഴിക്കുന്ന ബന്ധുക്കാരും ഉണ്ട് സ്തോത്രം. അപ്പൊ അങ്ങോട്ട് പോയി, അവിടുന്ന് കുറെ വാരി തിന്നു. അപ്പൊ ആ ശാപമെല്ലാം, ആ വിഗ്രഹാർപ്പിതമെല്ലാം തിന്നെ ശാപവും. അപ്പൊ തന്നെ ഇവിടെ വന്ന് പെരുന്നാൾ വന്നു. അപ്പൊ വിളിക്കും കാർത്തിക ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ പെരുന്നാൾ. അപ്പൊ അവരും ഇങ്ങോട്ട് വരും. കർത്താവ് പറയണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. നിന്റെ ദൈവം എന്താണ്? ഏക സത്യ ദൈവമാണ്. അതൊരു വിഗ്രഹത്തിൽ ഇരിക്കുന്ന ദൈവമല്ല. എന്നിട്ട് അവിടെ പറയുകയാണ്, അവൻ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തുക്കൾ ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് ഇടവരികയും ചെയ്തേക്കാം. എന്താ അത്? നിങ്ങൾക്ക് എന്തുവരും? കൈവിഷമായിട്ട് വരും. വിഗ്രഹാർപ്പിതം, ജാതികളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഭക്ഷണം നീ കഴിക്കാൻ പോയാൽ അത് നിനക്ക് കൈവിഷമായി ഉള്ളിൽ പരിണമിക്കും. അത് ദൈവത്തിന് ഇഷ്ടമല്ലെന്നാണ്. എന്നിട്ട് തന്നെയല്ല, 16-ാം വാക്യം, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ടും വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്നു വരാം. എന്താ കെണി? എന്താ? നിങ്ങൾക്കായി ദേവന്മാരെ, നിങ്ങൾക്കായി പ്രത്യേകമായ ഒരു പുണ്യവാളനെ, പുണ്യവതിയെ നിങ്ങൾ എന്തുണ്ടാക്കരുത്? വാർത്തുണ്ടാക്കരുത്. സ്തോത്രം. കത്തോലിക്കർക്ക് ചില ആളുകൾക്ക് എന്താണ്? ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ചില പ്രത്യേക പേരുകളുള്ള സ്ഥലമുണ്ട്. അവിടെ അവരെന്ത് ചെയ്യും? പോകും. അയ്യോ, ആ ആളാണ് ഞങ്ങൾക്ക് കാര്യം സാധിച്ചുള്ളത്. എടാ, നിന്നെ തെറ്റിച്ച ദൈവത്തിന് ഇതിലൊരു പങ്കുമില്ലേ? ദൈവത്തെക്കാൾ വലിയവൻ ആരുണ്ട് ഈ ലോകത്തിൽ? സ്തോത്രം. മാതാവിന് തന്നെ എത്ര പേരാ? മറിയത്തിന് എത്ര പേരാ? ഞാന് കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ അവിടെ പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്നു കുരിക്കഴിക്കുന്ന മാതാവ്. അപ്പൊ ഞാൻ ഒരു ആന്റിയോട് ചോദിച്ചു, ആന്റി ഇതുവരെ പോയിട്ട് എത്ര കുരി കഴിഞ്ഞു? സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഒത്തിരി മാതാവിനെ നമുക്ക് വള്ളങ്ങളിലും ബോട്ടുകളിലും ഒക്കെ കാണാൻ കഴിയും. നമുക്ക് അത്ഭുതമാണ്. ഇതെന്താന്ന് പറയുക? ഒരു വൈശാലിക പ്രതിഭാസമാണ്. യേശുക്രിസ്തുവിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധയെ തിരിച്ചു കളയുക, രക്ഷകനിലേക്ക് മനുഷ്യൻ നോക്കാതിരിക്കുക. അങ്ങനെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നോക്കിയാൽ നീ രക്ഷപ്പെടും. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള വചനത്തിന്റെ വിരുദ്ധതയാണത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. സ്തോത്രം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ തൊട്ടുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. കൊത്തിയ കല്ലേതാ? കുരിശ്. കല്ല് കൊത്തി കുരിശ് നാട്ടി നിർത്തരുത്. സ്തോത്രം. കുരിശിലല്ല ദൈവമുള്ളത്. ക്രൂശ് വിട്ടിറങ്ങി കർത്താവ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 25-26 വാക്യം, അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. വിഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? ഞാന് വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്റെ പക്കൽ ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും അടിച്ചുടച്ചു കളഞ്ഞു. ട്രെയിൻ ചെയ്ത് വെച്ചിരുന്നതിനകത്തുണ്ടായിരുന്ന പേപ്പറുകളെല്ലാം, പടങ്ങളെല്ലാം കീറിയെടുത്ത് കത്തിച്ചു കളഞ്ഞു. സംക്ഷിപ്തമായി അങ്ങ് പള്ളിയിൽ നിന്ന് കുറെ കന്യാസ്ത്രീകൾ നാട്ടുകാരുമായി വന്ന് എന്റെ വീട്ടിൽ പരിശോധിച്ചു വിഗ്രഹങ്ങൾ ഉണ്ടോ എന്ന്, മറിയത്തിന്റെ പടമുണ്ടോ എന്ന്. അന്ന് അവിടെ ഒരു യേശുവിന്റെ പടം വെച്ചിരുന്നു. എന്റെ ഭാര്യ അവൻ വിശ്വാസി അല്ലാതിരുന്നത് കൊണ്ട് അവര് വന്ന് യേശുവിന്റെ പടം കണ്ടിട്ട് ചോദിച്ചത് മറിയത്തിന്റെ പടം എന്തിയെന്നാ. ഞാൻ പറഞ്ഞു,
തൊട്ടുപുറയിൽ കട്ടയ്ക്കാത്തോടാണ്. മറിയത്തിന്റെ പടം കട്ടയ്ക്കാത്തോട്ടിലുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. യേശുവല്ലാതെ ഒരു ദൈവം നിനക്കുണ്ടാകരുത്. മറിയം ആമേൻ ഒരു അപ്പനും അമ്മയ്ക്കും ജഡത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ച ഒരു ആമേൻ വിശുദ്ധിയോടെ ജീവിച്ച ഒരു സ്ത്രീയാണ്. യേശു ആമേൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ആഗ്രഹത്താൽ വന്നതല്ല, പരിശുദ്ധാത്മാവിനാൽ ജഡരൂപമെടുക്കുകയായിരുന്നു. നാം മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അവിടെ മത്തായി വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവൾ അവനെ പ്രസവിക്കും വരെ അവനെ അറിഞ്ഞില്ല. ഇതിൽ പറയുന്നത് പരിഗ്രഹിച്ചില്ല എന്ന്. പരിഗ്രഹിക്കാൻ ശാരീരികമായ ബന്ധമുണ്ടായില്ല. പ്രസവിച്ച ശേഷമോ ഉണ്ടായി. ആമേൻ. പിന്നെ ആൺമക്കളും പെൺമക്കളും ജനിക്കുവാനിടയായി. അതുകൊണ്ടാണ് യഹൂദന്മാർ പറഞ്ഞത്, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരികളും നിന്നെ കാത്ത് വെളിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അത് അപ്പച്ചിയുടെയും കൊച്ചമ്മയുടെയും മക്കളല്ല, മറിയം പ്രസവിച്ച സ്വന്തം മക്കളാണത്. അപ്പ സഹോദരനായ യേശുവിന്റെ മറിയ പ്രസവിച്ച മകനായ യൂദ എഴുതിയ ലേഖനം സുവിശേഷത്തിലുണ്ട്. ഈ വചനം നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്ത് വരത്തുള്ളൂ? ദൈവം ആരെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലെ നമ്മള് മനുഷ്യരെ ആരാധിച്ചും നമ്മുടെ പാരമ്പര്യമായി മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ചു വന്ന പുരോഹിതന്മാർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാണിക്കുന്ന നിലവാരത്തിൽ നമ്മൾ യാത്ര ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്യുന്നത്? അവർക്കോ വചനം അറിയത്തില്ല. യേശു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കുരുടനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. അച്ഛന്മാരും കന്യാസ്ത്രീകളും അവര് വിശ്വാസികളെ, ഈ സമൂഹത്തെ മാനസാന്തരത്തിലേക്ക് നടത്താതെ മദ്യത്തിലും വ്യഭിചാരത്തിലും കിടക്കുന്ന ജനത്തെ മാനസാന്തരത്തിലേക്ക് വരുത്താതെ അവരുടെ സൊസൈറ്റിയെ നിലനിർത്തി, അവരുടെ സഭയെ നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ മുഴുവനും മൊത്തത്തിൽ ചെന്ന നരകത്തിൽ വീഴും. സ്തോത്രം. എന്നാൽ ഈ വചനം ജനത്തിന് വിളമ്പിക്കൊടുത്താൽ ജനത്തിന് പാപബോധം വരും, മാനസാന്തരമുണ്ടാകും, അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായിത്തീരും. സ്തോത്രം. വായിച്ച വാക്യം 25-26. ആമേൻ. അതെ, നിങ്ങൾക്കൊരു കെണിയാകാതിരിപ്പാൻ അവയിലുള്ള വെള്ളിയോ സ്വർണ്ണമോ മോഹിക്ക് എടുക്കരുത്. സ്തോത്രം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനത് നിന്ദ്യമാണ്. ഇതിൽ പറയുന്നത് നിന്ദ്യമാണ്, അതിൽ അറപ്പാണെന്നാണ്. സ്തോത്രം. വിഗ്രഹത്തെ പോലെ നിങ്ങൾ ശാപഗ്രസ്തരാകാതിരിക്കാൻ. വിഗ്രഹം എന്താണ്? ശപിക്കപ്പെട്ടതാണ്. ദൈവം ശപിച്ചതാണ് വിഗ്രഹങ്ങൾ. സ്തോത്രം. ആരെങ്കിലും പോയി ലോത്തിന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ലോത്തിന്റെ ഭാര്യ ഉപ്പുനൂണായിപ്പോയി. അതിപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ലോത്തിന്റെ ഭാര്യ ആരെങ്കിലും ആരാധിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ലോത്തിന്റെ ഭാര്യ ഉപ്പുനൂണായ വിഗ്രഹത്തെ ആരാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോയി ഒരു മെഴുകുതിരി കത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് ലോത്തിന്റെ ഭാര്യ ഉപ്പുനൂണായ സ്ഥലത്തൊരു പള്ളി പണിയാതിരുന്നത്? എന്തുകൊണ്ടാണ്? എന്നാൽ മോശയെ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? മോശ ദൈവമായി മാറിയനെ. ദൈവം അതുകൊണ്ട് മോശയെ അടക്കം ചെയ്തത് ആരെയും കാണിച്ചില്ല. ഉപ്പുനൂണായി നിന്ന ഇവർ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണ്? ഇത് ദൈവ ശാപം അനുസരിക്കാത്തത് കൊണ്ട് ഉപ്പുനൂണായിപ്പോ ശാപമാണെന്ന് എല്ലാവർക്കും അറിയാം. സ്തോത്രം. വിഗ്രഹം എന്താണ്? ശാപമാണ്. ആർക്ക്? ദൈവത്തിന്. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ. സ്തോത്രം. വിഗ്രഹങ്ങളെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ. വിഗ്രഹങ്ങളെ പോലെ
നിങ്ങൾ എന്താകരുത്? ശാപഗ്രസ്തരാകരുത്. നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. നിന്ദ്യമായ അതിനെ നിശേഷം ഇതിനകത്ത് എഴുതിയിരിക്കുക. വിഗ്രഹത്തെ പോലെ നിങ്ങൾ ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും വേണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. അതിനെന്ത് ചെയ്യണം? വെറുക്കണം. ഈ വിഗ്രഹത്തിന് അങ്ങ് ഇച്ചിരി പൊടി പറ്റിയിരിക്കുന്നു, തൂത്ത് തുടച്ച്. സ്തോത്രം. പണ്ട് ഒരു പുണ്യവാളന്റെ വിഗ്രഹം എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്തിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി, ഈ അന്ന് അവിടെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുക, കുറെ ടർപ്പൻ കൊണ്ടുവന്നു പെയിന്റ്. അയാള് ഉണ്ണാൻ പോയപ്പോ കുറച്ച് ടർപ്പൻ എടുത്ത് ഈ വിഗ്രഹം തുടച്ചാൽ ഇത് മൊത്തം വൃത്തിയാവുമെന്ന് വിചാരിച്ചു. ഞാൻ കസേരയിട്ട് മേളിൽ കയറി ഈ പുണ്യവാളന്റെ വിഗ്രഹത്തെ ടർപ്പൻ വെച്ച് തുടച്ചു. നോക്കിയപ്പം പുണ്യവാളന് കണ്ണു കണ്ടില്ല. അത് പെയിന്റ് ആയിരുന്നു, അത് ചായമായിരുന്നു. മൊത്തം ആമയെ തുടച്ചിരുന്നെങ്കിൽ വെറും സിമെന്റ് കെട്ടായി പോയത്. സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന, അങ്ങനെ ആരാധിച്ചിരുന്ന ആ വിഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ദൈവം എന്ത് ചെയ്യുന്നു? ഇത് ശാപമാണ്. ഇതിനെ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. എന്റെ യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. ഇതിലിപ്പോൾ കൂടുതലല്ല, നിങ്ങൾക്ക് ഇനി കേൾക്കണം. സ്തോത്രം, സ്തോത്രം. വ്യക്തമായി പറയാം, ഞാനാണ് കർത്താവ്, എന്റെ അടുത്ത് മറ്റൊരുത്തനും മറ്റൊരുത്തിക്കും മറ്റൊരുത്തർക്കും കൊടുക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്. സ്തോത്രം. മഹത്വം രക്ഷകാസ്തുതിനക്കന്നും ചേട്ടിൽ നിന്നെന്നെ വീണ്ടെടുത്തതിനാ കുടിക്കും നിന്നെ ഞാൻ ആവശ്യങ്ങളെല്ലാം കണ്ണിയോടടിവണങ്ങും. തുടിക്കും നിന്നെ ഞാൻ ആവശ്യങ്ങളെല്ലാം നന്ദിയോടടിവണങ്ങും. ആർപ്പോടും നിന്നെ കോട്ടയ്ക്കും യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു ലഭിക്കും നിശ്ചയം എന്തിനോടെനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവനെ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിച്ചുകൊള്ളുവീൻ. POC ബൈബിളിൽ പറയുന്നത് എന്നെ എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. സ്തോത്രം. ഈ കത്തോലിക്ക അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഇത് അറിഞ്ഞൂടെ? ഈ വിഗ്രഹങ്ങളോട് അകന്നിരിക്കാനാണോ മേലെ കൊണ്ട് വെച്ചിരിക്കുന്നത്? അടുത്ത് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ. കുന്തവും കുതിരയുമായി ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ അടിയിൽ ഒരു പാമ്പും ഉണ്ട്. അതൊരു സാങ്കല്പിക വ്യക്തിയാണ്, സാങ്കല്പിക കഥയാണ്, ഒരാൾ എഴുതിയ കഥയാണ്. അതുകൊണ്ട് ആ പോപ്പ് ചോദിച്ചത് കേരളത്തിലൊരു സെന്റ് ജോർജ് ഉണ്ടല്ലോ, ആരാണ്? പോപ്പിന് പോലും അറിയത്തില്ല സെന്റ് ജോർജ് ആരാണ്. മനുഷ്യരെന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഒരു മിത്രാണ് സെന്റ് ജോർജ് എന്ന് പറയുന്ന ഒരു കഥ. അതുകൊണ്ട് പാവപ്പെട്ട പൊട്ട ആൾക്കാർക്ക് വചനം അറിയാത്തോണ്ട് എന്ത് ചെയ്യും? സെന്റ് ജോർജിനെ തൊടാൻ പറ്റാത്തോണ്ട് പാമ്പിനെ തൊടാൻ കിട്ടുന്ന, അതിന് പാമ്പിനെ തൊട്ട് വന്നിട്ട് സെന്റ് ജോർജ് പാമ്പിനെ കൊന്ന പോലെ എന്റെ അയലത്തെ മീനാക്ഷിയെ തീർക്കണം.
അവൾ ഒത്തിരി കാലമായിട്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സെഞ്ചാറി കേട്ടില്ലെങ്കിൽ പാമ്പെങ്കിലും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി എന്ത് ചെയ്തു? പാമ്പിന്റെ വായിൽ നോട്ട് വെച്ചു. മുകളിലിരിക്കുന്നവൻ കേട്ടില്ലേ, താഴെ ഇരിക്കുന്ന നീ എങ്കിലും കേൾക്കണം. അപ്പൊ പുതിയ നിയമത്തിൽ പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, യേശുവിന്റെ മാറിൽ ചാരിക്കിടന്ന യോഹന്നാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, വിഗ്രഹങ്ങളോട് നിങ്ങൾ അകന്നിരിപ്പീൻ. അത് ശാപമാണ്. അതിൽ തൊട്ടാൽ നിനക്ക് ശാപം കയറും. വിഗ്രഹത്തെ ചെന്ന് തൊട്ട് നമസ്കരിച്ചാലേ ആ ശാപം നിനക്ക് കയറുമെന്ന്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 20, 21, 22 വാക്യം. ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്ന് അവർ പെരിച്ചാഴിക്കും വാവലിനുമായി ഉപേക്ഷിക്കും എന്ന് വരാനിരിക്കുന്ന മഹാകോപത്തിൽ. സുനാമി ഇവിടെ അടിച്ചല്ലോ, തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ സുനാമി അടിച്ചല്ലോ. കടൽ തീരത്ത് പല പള്ളികളിലും കൈകെട്ടി വിഗ്രഹങ്ങൾ വെച്ചല്ലോ. അത് അതിനെ തടുത്തോ? സുനാമിയെ തടുത്തോ? ഇല്ല. അത് ഒടിഞ്ഞു പറഞ്ഞ് താഴെ വീണു. ജീവനം കൊണ്ട് ജനം ഓടിപ്പോയി. പലരും, അനേകർ മരണപ്പെട്ടു. ആ വിഗ്രഹങ്ങളുള്ള പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ സുനാമിയിൽ തകർന്നുപോയി. ഒരു ദൈവത്തിനും അത് തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്നവർ പെരിച്ചാഴിക്കും. വീട്ടിൽ കൂട്ടിവെച്ചിരിക്കുക. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, കത്തോലിക്കരായിരിക്കുമ്പോൾ ഉള്ള ഒരു അസുഖമുണ്ട്. പോലും നടത്തുന്നെല്ലാം ഓരോരുത്തരെ മേടിച്ചോണ്ട് വരും. ഓരോരുത്തരെ മേടിച്ചോണ്ട് വന്ന് വീട്ടിന്റെ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ അങ്ങ് പെറ്റ് വരും. 2ഉം 3ഉം കൊട്ടയിൽ കൊള്ളാവുന്ന രീതിയിലാണ്. അവസാനം വരുമ്പോൾ, ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ, ഇതിനൊന്നിനും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ, തൊട്ടടുത്ത പുരയിടത്തിൽ ഇതിനെയെല്ലാം കൊട്ടയിൽ അടുക്കി കൊണ്ടുവന്ന ധരിച്ചായിരിക്കും ആമേൻ ചിന്തലിക്കുമായി ഇട്ടുകൊടുക്കും. സ്തോത്രം. ജീവനില്ലാത്തതാണിത്. സ്തോത്രം. എന്തില്ല? നീ ആരാധിക്കാൻ വേണ്ടി പള്ളിയിൽ വലിയ വിഗ്രഹമൊന്നും പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്ന് കടലിൽ കൊണ്ടിട്ട് നോക്കൂ, താഴെ പോവത്. അതിനൊരു ചലനം ഉണ്ടാകത്തില്ല, അതൊരു വാക്കുമിണ്ടത്തില്ല. എന്താ കാര്യം? അതിന് ഞാൻ സംസാരിക്കാൻ അറിയത്തില്ല. സ്തോത്രം. എന്നാൽ ജീവനുള്ള ഒരു പട്ടിയെയും കൂടെ അതിന്റെ കൂടെ ഇട്ടാൽ പട്ടി നീന്തി കരയുവല്ല. അതിന് ജീവനുണ്ട്. പട്ടിക്കുള്ള ജീവൻ പോലും വിഗ്രഹത്തിനില്ലെന്ന്. സ്തോത്രം. നമ്മുടെ ദൈവമോ, നമ്മുടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം ആരാ? ജീവനുള്ള ദൈവം. ഈ ജീവനുള്ള ദൈവത്തെ തെളിച്ച് ജീവനില്ലാത്ത വിഗ്രഹങ്ങളുടെ പിന്നാലെ നീ പോകരുത്. അത് ശാപമാണ്. നിന്റെ വീട്ടിലുള്ള ശാപങ്ങളെ എടുത്തെന്ത് ചെയ്യണം? എടുത്ത് തോട്ടിക്കളയണം. സ്തോത്രം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യം. യോസി ബൈബിളിൽ ഇങ്ങനെയാണ് അത് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോരേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല. അതിനാൽ എന്തിന്റെയെങ്കിലും സാദൃശ്യത്തിൽ, പുരുഷന്റെയോ സ്ത്രീയുടെയോ എന്നുവെച്ചാൽ യേശുവിന്റെയോ പുണ്യാളന്മാരുടെയോ മറിയത്തിന്റെയോ പുണ്യവതികളുടെ രൂപം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് ബൈബിൾ പറയാം. പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെയോ നിലത്തിരയുന്ന ഏതെങ്കിലും ജന്തുവിന്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിന്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ.